ചോദ്യം: സ്ത്രീകൾ സ്കൂട്ടർ, ബൈക്ക് എന്നിവ ഓടിക്കുന്നതിന്റെ വിധിയെന്ത്? ഉത്തരം: നിർബന്ധമായ കാര്യത്തിനല്ലാതെ സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ നിഷിദ്ധമാണ്. ചെറിയ യാത്രയാണെങ്കിലും ദീർഘയാത്രയാണെങ്കിലും ഇതാണ് വിധി. അപ്പോൾ കൂടെ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ ഒരു വിശ്വസ്ത സ്ത്രീയോ ഇല്ലാതെ അവൾ തനിച്ച് നിർബന്ധ കാര്യത്തിനല്ലാതെ വാഹനം ഓടിച്ച് യാത്ര പോകൽ ഹറാമാണ്. പരിശുദ്ധ ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യത്തിനല്ലാതെ സ്ത്രീ ഒറ്റയ്ക്ക് സ്കൂട്ടറും മറ്റും ഓടിക്കൽ വ്യാപകമായ കാലമാണിത്. അത് നിഷിദ്ധമാണ്. ഹറാം സാർവത്രികമായ ഒരു കാര്യമാണിത്. ഷറയിൽ അനിവാര്യ കാര്യത്തിനല്ലാത്ത സ്ത്രീകൾ മാത്രമുള്ള യാത്ര അത് ചെറിയ യാത്രയാണെങ്കിലും ഹറാമാണ്. എന്നാൽ മറയ്ക്കൽ നിർബന്ധമായ ഭാഗങ്ങൾ മറക്കുകയും കൂടെ മെഹ്റമോ ഭർത്താവോ ഉണ്ടാവുകയുമാണെങ്കിൽ സ്ത്രീയുടെ യാത്ര അനുവദനീയമാണ്. ആ യാത്രയിൽ അവൾ വാഹനം ഓടിക്കലും അനുവദനീയമാണ്. ചോദ്യം: ഇമാമിനോട് തുടർന്ന ഉടനെ പ്രാരംഭ പ്രാർത്ഥന തുടങ്ങും മുമ്പായി ഇമാമിൻ്റെ ഫാത്തിഹയ്ക്ക് ആമീൻ പറഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥനയുടെ അവസരം നഷ്ടപ്പെടുമോ? ഉത്തരം: ഇല്ല, നഷ്ടപ്പെടില്ല. ഇമാമിൻ്റെ ഫാത്തിഹയ്ക്ക് ആമീൻ പറയൽ തുടർന്നവന് സുന്നത്താണല്ലോ. അതിനാൽ ആമീൻ ചൊല്ലിയ ശേഷം പ്രാരംഭ പ്രാർത്ഥന സുന്നത്തുണ്ട്. ചോദ്യം: ഭാര്യ പിതാവിൻ്റെ രണ്ടാം ഭാര്യ മഹ്റമാണോ? ഉത്തരം: അല്ല. ഭാര്യയുടെ ഉമ്മയും ഉമ്മ വഴിയിലും ഉപ്പ വഴിയിലുമുള്ള ഉമ്മമാരും മഹ്റമുകൾ ആണെങ്കിലും ഭാര്യ പിതാവിൻ്റെ രണ്ടാം ഭാര്യ മഹ്റമല്ല, അന്യസ്ത്രീയാണ്. സ്പർശനവും ദർശനവും നിഷിദ്ധമാണ്. സ്പർശനം കൊണ്ട് ഉളൂ മുറിയുന്നതുമാണ്. ഫിഖഹിൻ്റെ മിക്ക ഗ്രന്ഥങ്ങളിൽ നിന്നും ഇക്കാര്യം ബോധ്യമാകും. ചോദ്യം: മയ്യത്തിനോട് സലാം പറഞ്ഞാൽ മയ്യത്ത് സലാം അടക്കുമല്ലോ. സലാം പറഞ്ഞവന് അതിൻ്റെ പേരിൽ പ്രതിഫലം ലഭിക്കുമ്പോൾ സലാം മടക്കിയതിൻ്റെ പേരിൽ മയ്യത്തിന് പ്രതിഫലം ലഭിക്കുമോ? ഉത്തരം: ഇല്ല. കാരണം മരിക്കലോടെ തക്ലീഫ് മുറിഞ്ഞുപോയി. സലാം മടക്കണം എന്ന കൽപ്പന, മടക്കിയാൽ പ്രതിഫലം, മടക്കാതിരുന്നാൽ ശിക്ഷ എന്നതെല്ലാം തക്ലീഫുള്ള വ്യക്തികൾക്കുള്ളതാണ്, മയ്യത്തിനില്ല. ചോദ്യം: ചിലർ ആൺമക്കൾക്കും പെൺമക്കൾക്കും മരണാനന്തര സ്വത്ത് ഒരുപോലെ ഓഹരി ചെയ്യും. അത് ശരിയാണോ? ഉത്തരം: ശരിയല്ല. ആൺമക്കളെ പകുതിയാണ് പെൺമക്കളുടെ അവകാശം. ഇക്കാര്യം വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ അവിടെ കൂടിയ ചിലരുടെ വാക്ക് ഇങ്ങനെ: നിങ്ങൾക്ക് ഒരു പെങ്ങളല്ലേ ഉള്ളൂ, അവൾക്കും നിങ്ങളെപ്പോലെ തന്നെ സ്വത്ത് കൊടുക്കാം. നിരവധി ആളുകളുള്ള നാട്ടുകാരന്മാരുടെ സദസ്സിൽ വെച്ച് ആൺമക്കൾ ഇഷ്ടമില്ലാതെ മൗനിയായേക്കാം, അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചേക്കാം. ഈ രീതിയൊന്നും നല്ലതല്ല. ഹറാമായ സമ്പത്ത്, മറ്റൊരാളുടെ സമ്പത്ത് അവൻ്റെ പൂർണ്ണ തൃപ്തി ഇല്ലാതെ ലഭിച്ചിട്ടെന്ത് കാര്യം? തൻ്റെ പരമ്പര ഹറാമിലൂടെ ജീവിക്കണോ? ഗൗരവമായി ചിന്തിക്കണം. ചോദ്യം: അടിയന്തരം ഹറാമാണോ? ഉത്തരം: മയ്യത്തിനു വേണ്ടി സ്വതക്ക ചെയ്യൽ, അടിയന്തര പരിപാടി നടത്തൽ സുന്നത്താണ്, പ്രതിഫലാർഹമാണ്. മയ്യത്തിനും സ്വതക്ക ചെയ്യുന്നവർക്കും അത് ഉപകരിക്കും. എന്നാൽ മരിച്ചവരുടെ അനന്തര സ്വത്ത് എടുത്ത് അടിയന്തര സദ്യകൾ നടത്തുമ്പോൾ മുഴുവൻ അവകാശികളുടെയും സമ്മതം നിർബന്ധമാണ്. ആരോടും ചോദിക്കാതെ ഒരാൾ മാത്രം കൈകാര്യം ചെയ്തു ഹീറോ ആകുന്നത് നാളെ സീറോ ആകാൻ കാരണമാകും.